അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 10 വെള്ളിയാഴ്ച. വോട്ടെണ്ണുന്നതിന് മുൻപേ UDF-ൽ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പദവിയെ ചൊല്ലി ചർച്ച. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാത്രമല്ല, രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനാണെന്ന് മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ. സുധാകരന് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല. UDF അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനായി മുസ്ലിം ലീഗിന് അർഹതയുണ്ടെന്നും ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നില്ലെന്നും പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ. ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുമോ എന്ന മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് പ്രതികരണം. എന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടില്ലെന്നും മുന്നണിയെ സമ്മർദ്ദത്തിലാക്കില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത്. 84.83% പേരാണ് ഇവിടെ വോട്ട് ചെയ്തത്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ 84.63%, 2020യും NDAയും തമ്മിൽ പൊരുതുന്ന എറണാകുളത്തെ കുന്നത്തുനാട് 84.09%, ഏറ്റവും കുറഞ്ഞ പോളിംഗ് 69.34% രേഖപ്പെടുത്തിയ കടുത്തുരുത്തിയിലാണ്. തിരുവല്ല 69.47, കോന്നി 70.01, പുനലൂർ 70.99 എന്നിവിടങ്ങളിലാണ് കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത്. കശുവണ്ടി അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതി നിഷേധത്തിൽ വ്യവസായ വകുപ്പ് സെക്രട്ടറിക്കെതിരെ കോടതിയെ ലക്ഷ്യ നടപടിയുമായി ഹൈക്കോടതി. പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച ഉത്തരവ് റദ്ദാക്കിയ കോടതി വകുപ്പ് സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് നേരിട്ട് ഹാജരാകണമെന്നും ഉത്തരവിട്ടു. INTUC നേതാവ് R. ചന്ദ്രശേഖരനും കോർപ്പറേഷൻ MD KA രതീഷുമാണ് പ്രതികൾ. INTUC നേതാവ് കടകംപള്ളി മനോജ് നൽകിയ ഹർജിയിലാണ് നടപടി. സർവീസിലുള്ളവർക്കും വിരമിച്ചവർക്കും വ്യത്യസ്ത ക്ഷാമഭത്ത നിരക്കുകൾ പ്രഖ്യാപിച്ച KSRTCയുടെ ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. വ്യത്യസ്ത ക്ഷാമഭത്ത നിരക്കുകൾ പ്രഖ്യാപിച്ച KSRTCയുടെ ഉത്തരവ് നേരത്തെ കേരള ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെ ചോദ്യം ചെയ്താണ് സംസ്ഥാന സർക്കാരും KSRTCയും സുപ്രീംകോടതിയെ സമീപിച്ചത്. ലൈംഗിക അതിക്രമ കേസിൽ ജയിലിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിന് ജാമ്യം. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് ഉണ്ടായതിന് പിറകെ വിജയപ്രതീക്ഷ പങ്കുവച്ച് സ്ഥാനാർത്ഥികൾ. 78.27% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. സർവീസ് വോട്ടുകൾ, പോസ്റ്റൽ വോട്ടുകൾ എന്നിവയുടെ കണക്ക് കൂടി ചേർക്കപ്പെടുന്നതോടെ വോട്ട് ശതമാനത്തിൽ ചെറിയ വർധന വന്നേക്കാം. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത് വേണി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ക്രൈസ്തവ സഭയ്ക്ക് BJP വിരുദ്ധ നിലപാടാണെങ്കിൽ BJPക്ക് നിലപാട് മാറ്റേണ്ടി വരുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. സഭയും സഭയുടെ മുഖപത്രമായ ദീപികയും BJPക്കെതിരെ നിലപാടെടുത്താൽ തിരികെ പ്രതികരിക്കേണ്ടി വരും. FCRA ബില്ല് മാറ്റിവച്ചത് തങ്ങളുടെ സമ്മർദ്ദപ്രകാരമാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു. അരൂരിലെ UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെതിരെ പൂച്ചാക്കൽ പോലീസ് കേസെടുത്തു. LDF NDA പ്രവർത്തകർക്കെതിരെയും കേസുണ്ട്. പോളിംഗ് സമയം കഴിഞ്ഞ് ബൂത്തിൽ കയറി നിരോധനാജ്ഞ ലംഘിച്ചതിനാണ് നടപടി. കർണാടകത്തിലെ ചിക്കമംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനെത്തി കാണാതായ പാലക്കാട് സ്വദേശിയായ 15-കാരി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി. 1500 അടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 5:30യോടെയാണ് കടമ്പഴിപ്പുറത്തുനിന്ന് 40-അംഗ സംഘത്തിനൊപ്പം എത്തിയ ശ്രീനന്ദയെ കാണാതായത്. കണ്ണൂർ കരിവെള്ളൂരിലെ പോലീസ് ഉദ്യോഗസ്ഥയായിരുന്ന ദിവ്യശ്രീയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഭർത്താവ് രാജേഷിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. 2 ലക്ഷം രൂപ പിഴയും തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചിട്ടുണ്ട്. വിവാഹമോചന കേസ് നിലനിൽക്കെ 2024ലാണ് കൊലപാതകം നടന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ശുഭസൂചകമാണെന്നും 2047 ആകുമ്പോഴേക്കും ഇന്ത്യയ്ക്ക് വികസിത രാഷ്ട്രമാകാനാകുമെന്നും ലോകബാങ്ക്.
എന്നാൽ ലക്ഷ്യത്തിലെത്താൻ ഘടനാപരമായ മാറ്റങ്ങൾ ആവശ്യമാണെന്നും ലോകബാങ്ക് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. കൈക്കൂലി കേസിൽ ഉൾപ്പെട്ട ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മ രാജിവെച്ചു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി കൊളീജിയം രാജിവെക്കാൻ നിർദ്ദേശിച്ചിരുന്നു. പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നടപടികൾ നടക്കുന്നതിനിടെയാണ് രാജി. ഹജ്ജ് തീർത്ഥാടനത്തിന് തുടക്കമായി. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ സംഘം ഏപ്രിൽ 18-ന് സൗദി അറേബ്യയിൽ എത്തും. മുംബൈയിൽ നിന്നുള്ള 400-ലധികം തീർത്ഥാടകരാണ് മദീനയിൽ ആദ്യമിറങ്ങുന്നത്. ഇത്തവണ ആകെ 1,75,025 ഇന്ത്യൻ തീർത്ഥാടകർക്കാണ് ഹജ്ജ് കർമ്മത്തിന് അനുമതി ലഭിച്ചത്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. മലേഗാവ് സ്ഫോടന കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് ശ്രീകാന്ത് പുരോഹിതിന് ബ്രിഗേഡിയർ പദവിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് 31-ന് വിരമിക്കേണ്ടിയിരുന്ന അദ്ദേഹത്തിന്റെ വിരമിക്കൽ സായുധ സേനാ ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു. സംഘപരിവാർ നേതാവ് പ്രജ്ഞാസിംഗ് ഠാക്കൂറും ലഫ്റ്റനന്റ് കേണൽ പുരോഹിതുമായിരുന്നു മലേഗാവ് സ്ഫോടന കേസിലെ പ്രധാന പ്രതികൾ. സർക്കാർ ജോലിയിൽ 33% വനിതാ സംവരണം നൽകുമെന്നും വനിതകൾക്ക് മാസം 3,000 രൂപ സഹായം നൽകുമെന്നും ബിജെപിയുടെ ബംഗാളിലെ പ്രകടന പത്രിക. തൊഴിൽ രഹിതർക്ക് 3,000 രൂപ സഹായം നൽകും. വനിതാ സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക ബറ്റാലിയൻ രൂപീകരിക്കും. ഏകീകൃത സിവിൽ കോഡ് 6 മാസത്തിനകം നടപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. ഹോർമൂസ് കടലിടുക്കിൽ നിരീക്ഷണ പറക്കൽ നടത്തിക്കൊണ്ടിരുന്ന US നാവികസേനയുടെ അത്യാധുനിക ഡ്രോൺ MQ-4C ട്രൈറ്റൺ കാണാതായി. ഏകദേശം 1,600 കോടി രൂപ വില വരുന്ന ഈ ഡ്രോൺ അപായ സിഗ്നൽ നൽകിയ ശേഷമാണ് കാണാതായത്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇറാൻ ടോൾ പിരിവ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തിവെക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് ടോൾ നൽകാൻ ഇറാൻ കപ്പലുകളെ നിർബന്ധിക്കുന്നതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാൻ US സമാധാന ചർച്ചകൾക്ക് വേദിയാകാനിരിക്കുന്ന പാകിസ്ഥാനും ഇസ്രയേലും തമ്മിൽ കടുത്ത നയതന്ത്ര തർക്കം. ഇസ്രയേൽ ക്യാൻസർ ബാധിത രാജ്യമാണെന്നും ലെബനനിൽ വംശഹത്യ നടത്തുകയാണെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ആരോപിച്ചതിനെതിരെ ഇസ്രയേൽ പ്രതിഷേധിച്ചു. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന കേബിളുകൾക്കും പൈപ്പ് ലൈനുകൾക്കും സമീപം സംശയാസ്പദമായ രീതിയിൽ റഷ്യൻ അന്തർവാഹിനികൾ. മുങ്ങിക്കപ്പലുകളെ നിരീക്ഷിക്കാനും പിന്തുടരാനുമായി UK-യും നോർവേയും യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും അയച്ചു. ആർട്ടമിസ് 2 ദൌത്യ സംഘത്തിന്റെ ഒറയൺ പേടകം ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:37-ന് സാന്റിയാഗോ തീരത്തിനടുത്ത പസഫിക് സമുദ്രത്തിൽ സ്പാഷ് ഡൌൺ ചെയ്യും. അരനൂറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ സമീപത്തേക്ക് എത്തിച്ച ആർട്ടമിസ് 2 ദൌത്യം. ചൈനയിൽ സർക്കാർ നിയന്ത്രിത സൂപ്പർ കമ്പ്യൂട്ടറിലെ രഹസ്യവിവരങ്ങൾ ഹാക്കർമാർ ചോർത്തി. മിസൈൽ രൂപരേഖകൾ, പ്രതിരോധ രേഖകൾ, ഫൈറ്റർ ജെറ്റുകൾക്കും യുദ്ധ സിമുലേഷൻ ഗവേഷണങ്ങൾക്കുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ എന്നിവ ഉൾപ്പെടുന്ന വലിയ ശേഖരം ഹാക്കർമാർ കൈവശപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.